بسم الله الرحمن الرحيم قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങളെയും ആദർശങ്ങളെയും ആ വേദഗ്രന്ഥത്തിൽ അടങ്ങിയിട്ടുള്ള തത്വങ്ങളെയും പബ്ലിക്കിൽ പരസ്യമായി അവതരിപ്പിക്കുകയും ആളുകളുടെ വായനക്കും പഠനത്തിനും നിരീക്ഷണത്തിനും സമർപ്പിക്കുകയും ചെയ്ത ഖുർആൻ എക്സ്പോ എന്ന് പറയുന്ന മഹത്തായ പ്രബോധന സംരംഭത്തിന്റെ ഭാഗമായി ഈ തളിപ്പറമ്പിലെ ടൗൺ സ്ക്വയറിൽ ആദർശപരമായ ഒരു മഹാസമ്മേളനം ഇവിടെ സംഘടിപ്പിക്കപ്പെടുകയാണ്. ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രതിനിധികളെ, ഈ കൂട്ടായ്മയുടെ സാരഥികളെ, ഈ ടൗൺ സ്ക്വയറിൽ
നാനാഭാഗങ്ങളിലും വന്നു ചേർന്നിട്ടുള്ള സഹൃദയരെ, ഏതൊന്നിനെ സംബന്ധിച്ച് നാം അറിയാൻ ശ്രമിക്കുന്നില്ലയോ നാം അതിൻ്റെ ശത്രുവായി തീരുക എന്നത് സ്വാഭാവികമാണ്. ഞാനിവിടെ തുറന്ന ഒരു പുസ്തകം പോലെ വളച്ചുകെട്ടില്ലാതെ മനുഷ്യരെ എന്ന് ലോകത്തൊരു വേദഗ്രന്ഥവും വിളിച്ചിട്ടില്ലാത്ത അത്രയും തവണ ആവർത്തിച്ച് മനുഷ്യരെ എന്ന് വിളിച്ച് സംസാരിച്ച ഒരു ഗ്രന്ഥത്തെ സംബന്ധിച്ച് തുടക്കത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഖുർആനിൽ മനുഷ്യരെ മൊത്തമായി വിളിച്ച് സംസാരിക്കുന്ന ഒരു ശൈലിയാണ് പൊതു അതിൻ്റെ രീതി എന്ന് ഞാൻ നിങ്ങളെ തുടക്കത്തിൽ അറിയിക്കുകയാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് വായിക്കപ്പെടുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഖുർആൻ മാനവ സമൂഹത്തിന് ആകമാനമുള്ള മാർഗദർശന ഗ്രന്ഥമാണ്. ഖുർആൻ ആരുടേതാണ് എന്ന ചോദ്യത്തിന് ആരെങ്കിലും മുസ്ലിമീങ്ങളുടെ ഗ്രന്ഥം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റുപറ്റിപ്പോയിരിക്കുന്നു എന്ന് ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഞാൻ ഒന്നുകൂടെ ക്ലിയറായി പറയുന്നു, അടുത്ത കാലത്തൊന്നുമില്ലാത്ത വിധം ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ സാഹചര്യങ്ങളെമ്പാടും ഒരുങ്ങി നിൽക്കുന്ന കാലത്താണ് നാം ഉള്ളത്. എന്നാൽ മുമ്പൊന്നുമില്ലാത്ത വിധം ഇസ്ലാമിന് നേരെ ശത്രുവിന്റെ എല്ലാ ആയുധങ്ങളും തുറന്നു വെച്ചിട്ടുള്ള ഒരു കാലഘട്ടം കൂടിയാണ് ഇത്. അതുകൊണ്ട് എനിക്കൊരു അപേക്ഷയുള്ളത്, വിശുദ്ധ ഖുർആൻ ശരിക്കും വായിക്കാൻ പഠിക്കാൻ സന്നദ്ധരാകുന്ന ഒരാൾക്കും ഞാൻ വളരെ ബോധപൂർവം സംസാരിക്കുന്നു, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് മാനവിക വിരുദ്ധമായ ഒരു കാര്യം, ഒരുപാട് കാര്യമുണ്ട്, ഒറ്റ കാര്യം, മനുഷ്യത്വത്തിന് നിലക്കാത്ത, മാനവികതയ്ക്ക് നിലക്കാത്ത, മനുഷ്യരെ തമ്മിൽ തല്ലിക്കുന്ന ഒറ്റ വാചകം വിശുദ്ധ ഖുർആനിൽ അന്വേഷിച്ച് കണ്ടെത്താൻ ആർക്കെങ്കിലും സാധിച്ചാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും അത് ന്യായമായി എനിക്ക് ബോധ്യപ്പെട്ടാൽ ഇസ്ലാമിന് വേണ്ടി ഞാൻ സംസാരിക്കില്ല. അത്രമേൽ ഖുർആനിനെ വായിക്കാൻ ശ്രമിക്കുകയും പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വേദഗ്രന്ഥത്തിന്റെ അനുയായി എന്ന നിലക്ക് ഞാൻ ബോധപൂർവം പറയുന്നു, വിശുദ്ധ ഖുർആൻ അമുസ്ലിങ്ങളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലാൻ പറയുന്നുണ്ട് എന്ന് കുറേ കാലം ആളുകൾ പ്രചരിപ്പിച്ചു. ഒരു മാനവ മൈത്രി സമ്മേളനത്തിൽ ഹൈന്ദവ മതത്തെ പ്രതിദാനം ചെയ്തുകൊണ്ട് ഒരു സന്യാസി പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം ഈ സംഗതി അദ്ദേഹം പറയുകയുണ്ടായി. ഇസ്ലാം നല്ലതാണ്, സമാധാനം എന്നാണ് അതിന്റെ അർത്ഥം എന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും വിശുദ്ധ ഖുർആൻ അമുസ്ലിങ്ങളെ കണ്ടടച്ചു വെച്ച് കൊല്ലണം എന്ന് പറയുന്നുണ്ട് എന്ന ഒരു പ്രചരണം കുറേ കാലമായി ലോകത്ത് നിലനിൽക്കുന്നതാണ്. അപ്പൊ സ്വാമിജി ഈ കാര്യം പ്രസംഗിച്ചപ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിച്ചു, അല്ലാഹുവേ നിനക്ക് സ്തുതി. കാരണം എന്താണ്? അമുസ്ലിങ്ങളെ കണ്ടടച്ചു വെച്ച് കൊല്ലണം എന്നുള്ള വാചകം ഖുർആൻ പലതവണ 114 അധ്യായം വായിച്ചു നോക്കിയിട്ടും എനിക്കൊരിടത്തും കാണാൻ കഴിഞ്ഞില്ല. അപ്പൊ അത് കണ്ട ആളാണല്ലോ സ്വാമിജി അങ്ങുന്നതൊന്ന് കാണിച്ചു തരണം എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയുകയുണ്ടായി. സ്വാമിജി വേർക്കാൻ തുടങ്ങി, ബുദ്ധിമുട്ടാൻ തുടങ്ങി. അവസാനം സ്വാമിജി പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല, സത്യമായും ഞാൻ കണ്ടിട്ടില്ല. കുറെ കാലമായി വലിയ ബുദ്ധിജീവികളൊക്കെ പറഞ്ഞപ്പോ സത്യമായിരിക്കും എന്ന് ഞാനും വിചാരിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പരസ്യമായി അദ്ദേഹം മാപ്പ് പറയുകയും ചെയ്യും. സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് തലമുറകളായി പറഞ്ഞു പോന്ന് കേട്ടിട്ടേ ഉള്ളൂ നമ്മൾ. ഖുർആനിന് ഒരു പ്രത്യേകത ഉണ്ട്, നിങ്ങൾ വായിച്ചോളൂ എന്നാ ഞങ്ങൾ പറയുന്നത്. വായിക്കണ്ട എന്നല്ല, കാണണ്ട, കാണാൻ പാടില്ല, കണ്ടാ പ്രശ്നമാണ് എന്ന് ഞങ്ങൾ പറയും. നിങ്ങൾ കാണണം, വായിക്കണം. കാരണം ഇത് മാനവതയുടെ ഗ്രന്ഥമാണ്. ഖുർആനിലെ 14-ാം അധ്യായം ഒരു പ്രവാചകന്റെ പേരിലാണ്, സൂറത്ത് ഇബ്രാഹിം. അതിലെ 1-ാമത്തെ വചനം അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ-ളുലുമാതി ഇലൻ-നൂർ. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ നിങ്ങൾ? അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക, മുഹമ്മദ് നബിയെ താങ്കളിലേക്ക് ഈ ഗ്രന്ഥം നാം അവതരിപ്പിച്ചത്
ലിതുഖ്രിജന്നാസ, ജനങ്ങളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ്. എവിടെ നിന്ന്? ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മാനവതയെ നയിക്കാൻ വേണ്ടി, മാനവകുലത്തെ നയിക്കാൻ വേണ്ടി പാശ്ചാത്യനെ, പൗരസ്ത്യനെ, കറുത്തവനെ, വെളുത്തവനെ, അതുപോലെ ഹിന്ദുവിനെ, മുസ്ലിമിനെ, ക്രിസ്ത്യാനിയെ, ജൈനനെ, ബൗദ്ധനെ, മതമുള്ളവനെ, ഇല്ലാത്തവനെ, എല്ലാവരെയും വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഗ്രന്ഥം എന്നാണ് ഖുർആനെ പറ്റി ഖുർആൻ അവകാശപ്പെടുന്നത്. ഞാൻ പറയുന്നത് പരിശോധിക്കണം എന്നാണ്. ഖുർആൻ മാനവരാശിയെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഗ്രന്ഥമാണെന്ന് ബോധ്യപ്പെട്ടവരാണ് ഞങ്ങൾ. അതുകൊണ്ടാണ് ഞങ്ങൾ ഖുർആൻ എക്സ്പോ പരസ്യമായി നടത്തിയത്. വായിച്ചോളൂ, കണ്ടോളൂ, അറിഞ്ഞോളൂ, ന്യൂനത എന്താ ചൂണ്ടിക്കാണിച്ചോളൂ എന്ന് വളരെ പരസ്യമായി ഈ നാട്ടിലെ എല്ലാ മതാനുയായികളോടും ഞങ്ങൾ പറയും. ഖുർആൻ 20-ലധികം തവണ യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരേ എന്നാണ്. ബ്രാഹ്മണരെ, ക്ഷത്രിയരെ, വൈശ്യരെ, ശൂദ്രരെ, പാശ്ചാത്യരെ, പൗരസ്ത്യരെ, കറുത്തവരെ, വെളുത്തവരെ എന്നൊരു വിളി ഖുർആനിനില്ല. ഇല്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഒരിടത്ത് എഴുതുകയാണ്, മുസ്ലിങ്ങൾ ഇന്ത്യ രാജ്യത്തേക്ക് വന്നു, ഹൈന്ദവരവരെ വല്ലാതെ സ്വീകരിച്ചു. അതിന്റെ സുപ്രധാനമായ കാരണം ഇസ്ലാമിൽ ഉച്ചനീചത്വം ഉണ്ടായിരുന്നില്ല, ജാതീയത ഉണ്ടായിരുന്നില്ല, തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒരു കാലഘട്ടത്തിലും ഇസ്ലാമിൽ ഉണ്ടായിട്ടില്ല. വേറെ ഏത് തത്വശാസ്ത്രത്തെടുത്താലും യൂറോപ്പിലെ ഹോട്ടലുകളുടെ ഫ്രണ്ടിൽ എഴുതി വെച്ച ഏറ്റവും അപകടകരമായ വാദം എന്തായിരുന്നു? കറുത്ത വർഗക്കാരനും പട്ടിക്കും പ്രവേശനമില്ല. പട്ടിയോട് ചേർത്ത് കറുത്ത വർഗക്കാരനെ എണ്ണി, ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു തണ്ണീർ എന്നീ കേരളത്തിലാ പാടിയത്. അല്ല, ഇവൻ ഇന്നൊരു പുലയനല്ലേ? അള്ളാ മതം നാളെ സ്വീകരിച്ചാൽ, അള്ളാന്റെ മതം സ്വീകരിച്ചാൽ പിന്നെ ഉച്ചനീചത്തില്ല. ഇല്ലത്തും പോയിടാം, ഇല്ലത്തും പോയിടാം, ആരുടെ കൂടെയും ഇരിക്കാം, അതാണ് ഇസ്ലാം ആയാൽ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറയാണ്, ആ വിശ്വാസം, ആ സാഹോദര്യം ഇവിടുത്തെ ഹൈന്ദവരിൽ വമ്പിച്ച കോളിളക്കങ്ങൾ ഉണ്ടാക്കി എന്നാ പറയുന്നത്. B.R. അംബേദ്കറിനെ പോലെയുള്ള ആളുകൾ അത് തുറന്ന് സമ്മതിച്ചു. ആ കാലക്കാരത് തുറന്ന് സമ്മതിച്ചു. ജാതീയതക്കെതിരെ ഇസ്ലാമിന്റെ ഉള്ളിൽ പോരാട്ടം ഉണ്ടായിട്ടില്ല, പരിവർത്തനം ഉണ്ടായിട്ടില്ല, പരിഷ്കർത്താക്കൾ ഉണ്ടായിട്ടില്ല. കാരണം ഇസ്ലാമിൽ ജാതീയത ഉണ്ടായിരുന്നില്ല. ഇന്ത്യ അനുഭവിക്കുന്ന ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് ജാതി ഭ്രാന്താണ് എന്നെല്ലാവർക്കും അറിയാം. പക്ഷെ ഇസ്ലാം മനുഷ്യനോട്, മനുഷ്യരെ ഒരച്ഛന്റെ ഒരു അമ്മയുടെ മക്കളാണ്, ഗർവാപ്പസി നിങ്ങളുടെ തറവാട്, ആ തറവാട് ഒരച്ഛന്റെ അമ്മയുടെ മക്കളുടേതാണ്. ഇവിടെയുള്ള ബാലചന്ദ്രനും, ഇവിടെയുള്ള സുരേന്ദ്രനും, ഇവിടെയുള്ള ദേവദാസും, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും, അതുപോലെ നമ്മുടെ രാഷ്ട്രപതി പ്രണബ് മുഖർജിയും, അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയും, അതുപോലെ ഇസ്രയേൽ പ്രധാനമന്ത്രിയും എല്ലാം ആദം ഹവ്വ ദമ്പതികളുടെ മക്കളാണ്. ലോകത്ത് ആരൊക്കെ ജനിച്ചിട്ടുണ്ടോ, ആരൊക്കെ വളർന്നിട്ടുണ്ടോ, അവന്റെ മതം ഏതുമാവാം, ചിന്ത ഏതുമാവാം, അവനൊരു അച്ഛന്റെ അമ്മയുടെ മക്കളാണ് എന്ന് വെറുതെ പറഞ്ഞതല്ല. ഖുർആനിൽ 20-ലധികം തവണ, ഖുർആനിന്റെ 2-ാം അധ്യായം 21-ാമത്തെ വചനം, ഖുർആനിന്റെ 2-ാം അധ്യായം 168-ാമത്തെ വചനം, ഖുർആനിന്റെ 2-ാം അധ്യായം 213-ാമത്തെ വചനം, ഖുർആനിന്റെ 4-ാം അധ്യായം 1-ാമത്തെ വചനം, ഖുർആനിന്റെ 5-ാം അധ്യായം 8-ാമത്തെ വചനം, ഖുർആനിന്റെ 7-ാം അധ്യായം 178-ാമത്തെ വചനം, ഖുർആനിന്റെ 22-ാം അധ്യായം 1-ാമത്തെ വചനം, ഖുർആനിന്റെ 22-ാം അധ്യായം 3-ാമത്തെ വചനം, 5-ാമത്തെ വചനം, 9-ാമത്തെ വചനം, 11-ാമത്തെ വചനം, 73-ാമത്തെ വചനം, ഖുർആന്റെ 49-ാം അധ്യായം 13-ാമത്തെ വചനം, ഖുർആന്റെ 82-ാം അധ്യായം 6-ാമത്തെ വചനം, ഖുർആന്റെ 84-ാം അധ്യായം 5-6 വചനങ്ങൾ, ഖുർആന്റെ 85-ാം അധ്യായം 5-ാമത്തെ വചനങ്ങൾ. ഇതിലെല്ലാം വിശുദ്ധ ഖുർആൻ മനുഷ്യരെ എന്നാ വിളിച്ചത്. ലോകത്തെ ഒരു അതിമനസ്സായി, ലോകത്തെ മുഴുവനും വസുദൈവ കുടുംബകമായി, ബാന്ധവ മാനവ സർവേ സ്വദേശാഭുവനത്രയും, ലോകമാണ് തറവാട്, വസുദൈവ കുടുംബകം, എല്ലാവരും ഒരു അച്ഛന്റെ അമ്മയുടെ മക്കൾ. പിന്നെ എന്തേ നിങ്ങൾക്കിടയിൽ വന്നത്? നിങ്ങൾ എങ്ങനെ ഭിന്നിച്ചു പോയത്? നിങ്ങൾക്ക് എന്താ അബദ്ധം പറ്റിയത്? ഞാൻ കൃത്യമായി ചരിത്രപരമായി ഞാൻ ആ കാര്യം തുടക്കത്തിൽ തന്നെ പറയണം. മനുഷ്യർ വ്യത്യസ്ത മതങ്ങളായി പോയി, വ്യത്യസ്ത ചിന്താഗതിക്കാരായി പോയി, വ്യത്യസ്ത വിശ്വാസികളായി, ദൈവങ്ങൾ വേറെ വേറെയായി, ആരാധനാലയങ്ങൾ വേറെ വേറെയായി. എപ്പോൾ
എന്തുകൊണ്ട്? രണ്ട് ചോദ്യം വളരെ പ്രസക്തമാണ്. ഹൃദയത്തിൽ ഇവിടെ ക്രിസ്ത്യാനികൾ എന്റെ പ്രസംഗം കേൾക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ. ഇവിടെ ഹൈന്ദവർ എന്റെ പ്രസംഗം കേൾക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ. ഇവിടെ ഭൗതികവാദികൾ എന്റെ പ്രസംഗം കേൾക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ രണ്ട് ചോദ്യം. വ്യത്യസ്ത ആരാധനാലയങ്ങൾ എന്തുകൊണ്ടുണ്ടായി, എപ്പോഴുണ്ടായി, കാരണക്കാരാരായിരുന്നു എന്നത് ചരിത്രത്തിലെ വലിയൊരു ചോദ്യമാണത്. ആ ചോദ്യത്തിന് ഞാൻ തുടക്കത്തിൽ ഉത്തരം കണ്ടെത്തുകയാണ്. എല്ലാരും പറയണ ഒന്നാകണം, എല്ലാരും പറയണ ഐക്യപ്പെടണം. എങ്ങനെ ഐക്യപ്പെടും? ഐക്യം നശിപ്പിക്കുന്ന കാരണങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട്, അതൊക്കെ നിർമ്മിച്ചു വെച്ചിട്ട് ഐക്യം ഉണ്ടാവണം എന്ന് പ്രസംഗിച്ചാൽ കുടം കമഴ്ത്തി വെച്ച് വെള്ളമൊഴിക്കുന്ന പോലെ എന്ന എന്റെ വാചകത്തെ ഹൃദയത്തെ കൊത്തിവെച്ചേക്കൂ എന്നേ എനിക്ക് എല്ലാവരോടും പറയാനുള്ളൂ. പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള എല്ലാം ഉണ്ടാക്കി വെക്കുക, അതൊന്നും ഒഴിവാക്കാൻ തയ്യാറല്ല. എന്നിട്ട് സമാധാനം ഉണ്ടാകണം എന്ന് പറയാ. എന്നാൽ ഞാൻ അതിനെ പൊളിച്ചെയ്താൻ ആഗ്രഹിക്കുന്നു, ആ സിദ്ധാന്തത്തെ പൊളിച്ചെയ്താൻ ആഗ്രഹിക്കുന്നു. എന്റെ പ്രസക്തമായ ചോദ്യം, വ്യത്യസ്ത ആരാധനാലയങ്ങൾ എന്തുകൊണ്ടുണ്ടായി, ആരുണ്ടാക്കി, എപ്പോൾ മുതലുണ്ടായി, എന്തുണ്ടായപ്പോഴാണ് മതങ്ങൾ ഉണ്ടായത്, എന്തുണ്ടായപ്പോഴാണ് ദൈവങ്ങൾ ഉണ്ടായത് എന്ന് നിങ്ങൾ പഠിക്കാൻ തയ്യാറുണ്ടോ? മാനവ ചരിത്രം പഠിക്കാൻ തയ്യാറുണ്ടോ? അപഗ്രഥനാത്മക സ്വഭാവത്തോടെ പഠിക്കാൻ സന്നദ്ധമാകുമോ? എങ്കിൽ ചരിത്രത്തിലൊരു കാര്യം കാണാം. ഭൂമുഖത്തെ സെമിറ്റിക് മതങ്ങൾ പറയുന്ന ഹൈന്ദവ സനാതന ധർമ്മത്തിന്റെ ഒരു ഭാഗം എന്താ? ശിവപാർവതി സങ്കല്പത്തിലാണ്. ശിവപാർവതിയുടെ മക്കളാണ് ലോകത്തുള്ള എല്ലാവരും എന്ന് പറയുന്നവർ, വസുദൈവ കുടുംബകം എന്ന് പറയുന്നവർ. അടിസ്ഥാനപരമായി ബാന്ധവ മാനവ സർവേ സ്വദേശാഭുവനത്രയും, ലോകമാണ് തറവാട് എന്ന് പറയുന്നവർ അല്ലേ? അങ്ങനെ പറയുന്നവരാണ് ഈ രാജ്യക്കാർ. തമീശ്വരാണം പരമം മഹേശ്വരം താം ദേവദാനാം പരമം ജദൈവതം പതിംപദീന പരമം പരസ്ഥാത് വിചാമദേവം ഭുവനേശ്വമേഠ്യം. ശതശതറുപനിഷത്തിന്റെ 6-7 ശ്ലോകങ്ങളാണ്. മനുഷ്യൻ ഒന്നാകണമെന്ന് എല്ലാവരും ആഗ്രഹിക്കും. മനുഷ്യനെ എവിടെയെ ഭിന്നിച്ചു പോയത്? ഒറ്റ ദൈവത്തെ മാത്രമാണ് ലോകത്ത് ആദ്യത്തെ മനുഷ്യൻ ആരാധിച്ചത്. ആദ്യത്തെ മനുഷ്യൻ, ഇസ്ലാം പറയാണ്, ആദ്യത്തെ മനുഷ്യൻ സെമിറ്റിക് മതങ്ങൾ ഈസാ നബി, ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടാകണവരെ, മോസസ് പ്രവാചകൻ വരെ, ക്രിസ്ത്യാനികളോടാ ഞാൻ പറയണേ, ആദാം മുതൽ മോസസ് പ്രവാചകൻ വരെ ഒന്നിലധികം ദൈവത്തെ കുറിച്ച് ഒരു വിഷയവും ചർച്ച ചെയ്തിട്ടില്ല. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന സങ്കല്പം സെന്റ് പോൾ വരുന്നവരെ, ജൂതനായ ശൗൽ വരുന്നതുവരെ ലോകത്തൊന്നിലധികം ദൈവത്തെ കുറിച്ച് ക്രൈസ്തവ ലോകം പരിശോധിക്കണം, ചർച്ച ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ട് എന്ന് ഗൗരവമായി മനസ്സിലാക്കിക്കോ. ആദ്യത്തെ മനുഷ്യൻ ആദാം, അതിനിടയിൽ 10 തലമുറ കഴിഞ്ഞുപോയി. മനുഷ്യർക്കിടയിൽ 10 തലമുറ കഴിഞ്ഞുപോയി. ആ 10 തലമുറ എല്ലാവരും ശ്രദ്ധിക്കണം. മുസ്ലിങ്ങളും ഹൈന്ദവരും ക്രൈസ്തവരും ഇതര മതവിശ്വാസികളും കുറച്ച് പിറകോട്ട് പോകാൻ സന്നദ്ധരാകണം. ഇപ്പൊ നമുക്ക് അമ്പലമുണ്ട്, ചർച്ചുണ്ട്, പള്ളിയുണ്ട്, സിനഗോഗിലുണ്ട്, ആരാധനാലയങ്ങളുണ്ട്, ധ്യാന കേന്ദ്രങ്ങളുണ്ട്, ഭജന മഠങ്ങളുണ്ട്, അതുപോലെ സന്യാസി മഠങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഇതൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ്, ഇതെല്ലാം വരുന്നതിന് മുമ്പ് ആദ്യത്തെ മനുഷ്യൻ ആരെ ആരാധിച്ചു? സൂര്യനെ ആരാധിച്ചോ? ചന്ദ്രനെ ആരാധിച്ചോ? ഇല്ല. ലോകത്തെന്തിനെങ്കിലും ആരാധിച്ചോ? ഇല്ല. എല്ലാവരും ആലോചിക്കേണ്ട പോയിന്റാണ്. ആദ്യത്തെ മനുഷ്യൻ ലോകത്തിന്റെ നാഥനെ ആരാധിച്ചു. ശരിക്കും ചിന്തിക്കണം. ആദ്യത്തെ മനുഷ്യൻ സൂര്യന്റെ നാഥനെ ആരാധിച്ചു. ആദ്യത്തെ മനുഷ്യൻ ചന്ദ്രന്റെ നാഥനെ ആരാധിച്ചു. ആദ്യത്തെ മനുഷ്യൻ ഗോളങ്ങളുടെ നാഥനെ ആരാധിച്ചു. ആദ്യത്തെ മനുഷ്യൻ സാഗരങ്ങളുടെ നാഥനെ ആരാധിച്ചു. ആദ്യത്തെ മനുഷ്യൻ പർവ്വതങ്ങളുടെ നാഥനെ ആരാധിച്ചു. ആദ്യത്തെ മനുഷ്യൻ സിംഹത്തിന്റെ നാഥനെ ആരാധിച്ചു. ആദ്യത്തെ മനുഷ്യൻ ഈ ലോകത്തിലെ സചേതന അചേതന വസ്തുക്കളായ സകല വസ്തുക്കളെയും സൃഷ്ടിച്ച സൃഷ്ടാവിനെ ആദ്യത്തെ മനുഷ്യൻ ആരാധിച്ചു. അന്ന് ബിംബമില്ല, അന്ന് ദർഗയില്ല, അന്ന് ജാറങ്ങളില്ല, അന്ന് കല്ലും മുള്ളും മുരടും മൂർക്കൻ പാമ്പും കാതിരക്കുറ്റിയും ആൽത്തറകളും മക്ബറകളും ജാറങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും ശ്രീകോവിലുകളും ആൽത്താരകളും മാലാകമാരും ജിന്നുകളും ദേവീദേവന്മാരും പാമ്പും പശുവും കാളയും ഒന്നും ആരാധിക്കപ്പെട്ടില്ല. അന്ന് ആദ്യത്തെ മനുഷ്യൻ ആരാധിച്ചത് സൂര്യനെ സൃഷ്ടിച്ച നാഥനെ, ചന്ദ്രനെ സൃഷ്ടിച്ച നാഥനെ, ഭൂമിയെ സംവിധാനിച്ച നാഥനെ, ഗോളങ്ങളെ സംവിധാനിച്ച നാഥനെ. അപ്പോൾ അവർക്കിടയിൽ ദൈവവിശ്വാസത്തിന്റെ പേരിൽ തല്ലുണ്ടായില്ല.
ശരിക്കും ശ്രദ്ധിക്കണം, എല്ലാരും ശ്രദ്ധിക്കണം, നന്നായിട്ട് ശ്രദ്ധിക്കണം. ഞാൻ അടിസ്ഥാനപരമായ പ്രശ്നം പറയണേ. നിങ്ങളെ സുഖിപ്പിച്ച് സന്തോഷിപ്പിച്ച് കയ്യടി വാങ്ങി ഇവിടുന്ന് പോകാൻ ഞാൻ വിചാരിക്കുന്നില്ല. കയ്യോണ്ടൊരടി കിട്ടിയാലും ജനങ്ങളെ ഏറ്റവും പ്രധാനമായ ഐക്യത്തിന്റെ സന്ദേശം പഠിപ്പിക്കണം എന്ന് വിചാരിക്കുകയാണ്. ആത്യന്തികമായ ഐക്യം ഉണ്ടാവണം, അതെല്ലാരെയും ആഗ്രഹം. എല്ലാരും മനസ്സറിഞ്ഞ് സ്നേഹിക്കണം. അതിനുള്ള വഴി എന്താ അറിയോ? ഈ പ്രപഞ്ചത്തെ ശരിക്കൊന്ന് നോക്കിയാൽ മതി. ഈ പ്രപഞ്ചത്തിൽ ഹിന്ദുവിന് വേണ്ടി, ഹൈന്ദവന് വേണ്ടി സൂര്യനുണ്ടോ? ഉണ്ടോ? ഇല്ല. ക്രിസ്ത്യാനിക്ക് വേണ്ടി ചന്ദ്രൻ നിലാവലകൾ പൊഴിക്കുന്നുണ്ടോ? ഉണ്ടോ? മുസ്ലിമിന് വേണ്ടി കാർമേഘം ഘനീഭവിക്കുന്നുണ്ടോ? ഇല്ല, ഇല്ല. എല്ലാം മനുഷ്യർക്ക് വേണ്ടിയാണ്. മനുഷ്യർ ആലോചിച്ചിട്ടുണ്ടോ? ആലോചിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യർ, ആ മനുഷ്യനെ ഒന്നിപ്പിക്കാനുള്ള ഏക വഴി ശുദ്ധമായ കറകളഞ്ഞ ഏകദൈവത്തോടുള്ള ആരാധനയാണ്. എവിടെ സൃഷ്ടി പൂജ ആരംഭിച്ചുവോ അവിടെ കുഴപ്പങ്ങളുടെ കാരണമുണ്ടായി. ഞാൻ വെറുതെ പറയില്ല, ശരിക്ക് ചിന്തിച്ചു കൊള്ളുക. എവിടെ മനുഷ്യർ സൃഷ്ടികളെ ആരാധിക്കാൻ തുടങ്ങിയോ അവിടെ മതങ്ങളുണ്ടായി, ദൈവങ്ങളുണ്ടായി. നല്ല പരാമർശമാണ്. പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഗഗനമായ കാര്യം ബോധ്യപ്പെടും. ഇന്ന് സൂര്യനെ ആരാധിക്കാൻ തുടങ്ങിയോ, ഇന്ന് നക്ഷത്രത്തെ ആരാധിക്കാൻ തുടങ്ങിയോ അന്ന് ജ്യോത്സ്യമുണ്ടായി, ജ്യോതിഷികളുണ്ടായി. അങ്ങനെ സൃഷ്ടികൾ സൂര്യനെ ആരാധിക്കുന്ന അവസ്ഥാവിശേഷമുണ്ടായി. അല്ലേ? ലോകത്തെ പാമ്പ് മഹാബുദ്ധിജീവിയായ മനുഷ്യനെ ആരാധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? പാമ്പ് ബുദ്ധിജീവിയായ മനുഷ്യനെ ആരാധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. പശു മനുഷ്യനെ ആരാധിച്ചിട്ടുണ്ടോ? ഇല്ല. പശുവിനെ മനുഷ്യൻ ആരാധിച്ചിട്ടില്ലേ? ഉണ്ട്. പാമ്പിനെ മനുഷ്യൻ ആരാധിച്ചിട്ടില്ലേ? ഉണ്ട്. നക്ഷത്രങ്ങളെ മനുഷ്യർ ആരാധിച്ചിട്ടില്ലേ? ഉണ്ട്. ദേവന്മാരെയും ദേവിമാരെയും മനുഷ്യർ ആരാധിച്ചിട്ടില്ലേ? ഉണ്ട്. തങ്ങന്മാരെയും ബീവിമാരെയും മനുഷ്യർ ആരാധിച്ചിട്ടില്ലേ? ഉണ്ട്. വേളാങ്കണ്ണി മാതാവിനെ ആരാധിച്ചിട്ടില്ലേ? പിശാരിക്കാവിൽ അമ്മയെ ആരാധിച്ചിട്ടില്ലേ? അല്ലേ? ഭരണജ്ഞാനം മാതാവിനെ ആരാധിച്ചിട്ടില്ലേ? ഉണ്ട്. മനമ്പറ്റ് ബീവിയെ ആരാധിച്ചിട്ടില്ലേ? ഉണ്ട്. അതുപോലെ തിരുവനന്തപുരത്തെ ഭീമാവുമ്മിച്ചയെ ആരാധിച്ചിട്ടില്ലേ? ഉണ്ട്. അപ്പൊ എന്തൊക്കെ ഉണ്ടായി? ഓരോരുത്തർ സെപ്പറേറ്റ് ദൈവങ്ങളുടെ പിന്നാലെ പോയി. എന്റെ ദൈവം മഹാൻ, നിന്റെ ദൈവം മോശം. അങ്ങനെ ചിന്തയുണ്ടായി. ചിന്ത ഉണ്ടായപ്പോ തമ്മിൽ തെറ്റാൻ തുടങ്ങി, കലാപമുണ്ടായി. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ചരിത്രത്തിലെ ആദ്യത്തെ സംഭവം എന്തേ ഉണ്ടായത്? ആദാം. എല്ലാരും കേട്ട ശബ്ദമാണ്. ആദ്യത്തെ മനുഷ്യൻ ആദാം. പിന്നെ നോഹാ പ്രവാചകൻ. 10 തലമുറകൾ നോഹാ പ്രവാചകനിടയിൽ കഴിഞ്ഞുകൂടി. 10 തലമുറ മനുഷ്യർക്കിടയിൽ ഭൂമുഖത്ത്. അന്ന് വ്യത്യസ്ത ആരാധനാലയങ്ങളില്ല, ഇല്ല. ഒറ്റ ദൈവത്തെ ആരാധിച്ചു. ഒറ്റ ദൈവത്തെ. സൂര്യനെ അവർ ആരാധിച്ചില്ല. കാരണം അവർക്കറിയാമായിരുന്നു സൂര്യന് നാശമുണ്ട് എന്ന്, ചന്ദ്രന് നാശമുണ്ട് എന്ന്. നശിക്കുന്നത് ദൈവമല്ല എന്നതാണ് ലോകത്തിലെ മിനിമം ദൈവത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട്. നശിച്ചുപോകുന്നത് ദൈവാവോ? നാശമുള്ളത് ദൈവാവോ? എനിക്ക് മനസ്സിലാത്തോണ്ട് ചോദിക്കാണ്. നശിച്ചു പോകുന്ന ഒന്ന് ദൈവമാകുമെന്ന് പറയുന്നതിന്റെ പൊരുൾ എനിക്ക് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല. മരിച്ചു പോകുന്നവർ ദൈവാകുക, അതെ, കിഡ്നി പോകുന്നവർ ദൈവാകുക, പ്രഷർ ബാധിക്കുന്നവർ ദൈവാകുക, പ്രമേയം ബാധിക്കുന്നവർ ദൈവാകുക, ഭക്ഷണം ആവശ്യമുള്ളവർ ദൈവാകുക, കേൾവിക്ക് പരിമിതിയുള്ളവർ ദൈവാകുക, കാഴ്ചക്ക് പരിമിതിയുള്ളവർ ദൈവാകുക. അങ്ങനെ വരാൻ പാടുണ്ടോ? അവിടെയാണ് പ്രശ്നങ്ങളുടെ മൂലകാരണം. മൂലകാരണം മനുഷ്യർ തമ്മിൽ എന്തൊക്കെ പ്രശ്നമുണ്ടോ അതിന്റെ മൂലകാരണം വ്യത്യസ്ത ദൈവങ്ങളുണ്ടായി എന്നതാണ് എന്നെന്റെ പരാമർശത്തെ ന്യായമായും നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. ന്യായമായും. പിന്നെ എവിടെ കുഴപ്പമുണ്ടായത് പറഞ്ഞു തരാം. ആദം അലൈഹിസ്സലാം, നോഹാ പ്രവാചകൻ, അതിനിടയിൽ 10 തലമുറ കഴിഞ്ഞു. ആ 10 തലമുറ ശുദ്ധമായ ഏക ദൈവത്തെ ആരാധിച്ചു. ഒരിക്കലും മരിക്കാത്ത 7 ആകാശത്തെയും 7 ഭൂമിയെയും സൃഷ്ടിച്ച നാഥനെ ആരാധിച്ചു. അപ്പൊ പ്രശ്നമില്ല, വ്യത്യസ്ത ദൈവമല്ല, അതുകൊണ്ട് വ്യത്യസ്ത മതവും ഇല്ല. ഒറ്റ ദൈവത്തെ ആരാധിക്കുന്ന ഏക മതം, ഏക ജനത, ഏക ജനത, ഏക മതം, ഏക ദൈവം. അങ്ങനെ നിലനിന്നു പോന്നു. പിന്നെ എന്തേ ഉണ്ടായത്? പിന്നെന്തേ മനുഷ്യരെ ഉണ്ടായത്? നോഹാ പ്രവാചകന്റെ കാലഘട്ടത്തിൽ 5 മഹാന്മാരായ ആളുകൾ ഉണ്ടായി. ആരുണ്ടായി? 5 മഹാന്മാരായ ആളുകൾ ഉണ്ടായി. ശരിക്കും മനസ്സിലാക്കണം. 5 മഹാന്മാരായ ആളുകൾ ജീവിച്ചു പോന്നു ആ നാട്ടിൽ. ആ 5 മഹാന്മാരായ ആളുകൾ നല്ല മനുഷ്യരായി ജീവിച്ച്, നല്ല മനുഷ്യരായി വളർന്ന്, നല്ലവരായി ആ നാട്ടിൽ ജീവിച്ചു വളർന്നു. അവരെ ജനങ്ങൾ അനുകരിക്കാൻ തുടങ്ങി. അവരെ ജനങ്ങൾ അനുകരിക്കാൻ തുടങ്ങി.
അവർ മരിച്ചു. ആ 5 വലിയ മഹാന്മാർ ആ നാട്ടിൽ ജീവിക്കുകയും ആ 5 മഹാന്മാരെ അവരാരാധിക്കുകയും ചെയ്യാൻ തുടങ്ങി. ലോകത്താദ്യമായി മനുഷ്യകുലത്തിൽ ഭിന്നത ഉണ്ടായത് അവിടെയാണ്. 5 മഹാന്മാർ, നല്ല മനുഷ്യർക്കിടയിൽ ആ നാട്ടിൽ 5 മഹത്തുക്കൾ ഉണ്ടായി. ആ 5 മഹാന്മാർ മരിച്ചു. ആ 5 മഹാന്മാർ മരിച്ചപ്പോ എന്തുണ്ടായി? ആ 5 മഹാന്മാരുടെ പ്രതിമ നിർമ്മാണമുണ്ടായി. ആദ്യമായി ചരിത്രത്തിൽ 5 മഹാന്മാരുടെ പ്രതിമ ഓർക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടു മാനവ ചരിത്രത്തിൽ. പിന്നെ എന്തുണ്ടായി? ആ മാനവ ചരിത്രത്തിൽ ഈ 5 മഹാന്മാരുടെ പ്രതിമ ഉണ്ടായപ്പോ എന്തുണ്ടായി? അതിനെ തലമുറ ആരാധിക്കാൻ തുടങ്ങി. അപ്പൊ എന്തുണ്ടായി? ഏകദൈവത്തെ അതുവരെ ആരാധിച്ചു പോന്ന ഒരു ഭിന്നതയും ഇല്ലാത്തവർ അവരോട് പറഞ്ഞു, നിങ്ങൾ കുഴപ്പക്കാരായിട്ടാണ് വരുന്നത്, നിങ്ങൾ ഈ സമൂഹത്തിന്റെ ഭദ്രത നശിപ്പിക്കുന്നവരായിട്ടാണ് വരുന്നത്. കാരണം എന്താണ്? ലോകത്തിന്റെ ചരിത്രം ആദ്യമായി ശുദ്ധമായ ഏകദൈവത്തെ ആരാധിച്ചു വരുന്നതിനിടയിൽ നിങ്ങൾ 5 മഹാന്മാരുടെ പ്രതിമയുണ്ടാക്കി അവരെ ആരാധിക്കാൻ തുടങ്ങി. നിങ്ങൾ ഈ സമൂഹത്തിൽ ഭിന്നത സൃഷ്ടിച്ചു. അപ്പൊ അവിടെ എന്ത് നടന്നു? ഏകദൈവത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു വിഭാഗവും ഈ 5 മഹാന്മാരെ ആരാധിച്ച കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു ടീമും. അപ്പൊ സൃഷ്ടിപൂജയിൽ അധിഷ്ഠിതമായ ആദ്യത്തെ മതം ലോകത്ത് രൂപം കൊള്ളുകയാണ്. അപ്പോൾ രണ്ടാമതൊരു മതമുണ്ടായി, രണ്ടാമതൊരു ദൈവവിശ്വാസമുണ്ടായി, അപ്പോൾ രണ്ടാമതൊരു ആരാധനാലയമുണ്ടായി. ലോകത്തെല്ലാരും മനസ്സിലാക്കണം, ചെറിയ സംഗതിയല്ല ഈ പറയണേ, നിങ്ങൾക്ക് സാധാരണ കിട്ടുന്ന ഒരു നോളജ് അല്ല ഈ പറയണേ. പിന്നെന്തുണ്ടായി? പിന്നെ ഓരോരുത്തർക്ക് തോന്നിയ പോലെ സൂര്യനിൽ ദിവ്യത്വം കൽപ്പിച്ചു, ചന്ദ്രനിൽ ദിവ്യത്വം കൽപ്പിച്ചു, ഗോളങ്ങളിൽ ദിവ്യത്വം കൽപ്പിച്ചു, ജന്തുക്കളിൽ ദിവ്യത്വം കൽപ്പിച്ചു, മനുഷ്യരിൽ ദിവ്യത്വം കൽപ്പിച്ചു. ദിവ്യത്വം കൽപ്പിച്ചവരൊക്കെ വേറെ വേറെ മതങ്ങളായി രൂപാന്തരപ്പെട്ടു. പിന്നെ മതങ്ങൾ തമ്മിൽ തല്ലാൻ തുടങ്ങി. ലോകത്തൊറ്റ മതത്തെ ആരാധിച്ചപ്പോ മനുഷ്യർ തമ്മിൽ തെറ്റിയില്ല, മനുഷ്യർ തമ്മിൽ കഴുത്തറുത്തില്ല, മനുഷ്യർ വർഗങ്ങളായി പിരിഞ്ഞില്ല, മനുഷ്യർ വ്യത്യസ്ത മതങ്ങളായി പിരിഞ്ഞില്ല. ഇന്നും ലോകത്ത് ആളുകൾക്ക് ഗൗരവമായി ആലോചിക്കാം. ഡോക്ടർ രാധാകൃഷ്ണൻ ഇന്ത്യൻ ഫിലോസഫിയിൽ പറയുന്ന ഒരു വാചകമുണ്ട്, പാഗനും ഹീത്തനും ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൈനനും തമ്മിലുള്ള വ്യത്യാസം ഇല്ലാതാകും. ആരാ പറയണേ? ഡോക്ടർ രാധാകൃഷ്ണ പറയണേ. ഇന്ത്യൻ ഫിലോസഫിയിലാ പറയുന്നത്. എന്താ പറയുന്നത്? പാഗനും ഹീത്തനും ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൈനനും അവർ തമ്മിലുള്ള വ്യത്യാസമില്ലാതാകും, അവർ തമ്മിലുള്ള സംഘട്ടനമില്ലാതാകും, അവർ ഒറ്റ ദൈവത്തിലേക്ക് മടങ്ങിയാൽ എന്ന് ഡോക്ടർ രാധാകൃഷ്ണൻ ഇന്ത്യൻ ഫിലോസഫിയിൽ പറയുന്നു. ലോകത്ത് മനുഷ്യരെ ഒന്നിപ്പിക്കാനുള്ള ഒരു വഴി, മതസമൂഹങ്ങൾ ഗൗരവമായി ആലോചിക്കേണ്ട ഒരു വഴി ഏതാണ്? മനുഷ്യർ ഒറ്റ ദൈവത്തിലേക്ക് മടങ്ങുക എന്നതാണ്. ഒരു കാര്യം കൂടെ ഞാൻ ഇതിനോട് ചേർത്ത് തുടക്കത്തിൽ തന്നെ പറയണം. ലോകത്ത് മനുഷ്യരില്ലാത്തൊരു കാലം ഉണ്ടായിട്ടുണ്ട്. എല്ലാരും ഗൗരവമായി ഓർക്കണം. തളിപ്പറമ്പിലെ ഈ നിൽക്കുന്ന നൂറുകണക്കിന് മനുഷ്യന്മാർ ഗൗരവമായി ആലോചിക്കേണ്ട ഒരു പോയിന്റാ പറയണേ. മനുഷ്യവാസം ഈ ഭൂമുഖത്തില്ലാത്ത ഒരു കാലം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അന്ന് ഭൂമി ഉണ്ടായിരുന്നു, അന്ന് ആകാശമുണ്ടായിരുന്നു, സൂര്യനുണ്ടായിരുന്നു, നക്ഷത്രമുണ്ടായിരുന്നു, ഗാലക്സികൾ ഉണ്ടായിരുന്നു, സൗരയുധങ്ങൾ ഉണ്ടായിരുന്നു. ലോകത്ത് മനുഷ്യനല്ലാത്ത എല്ലാം ഉണ്ടായിരുന്നു. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ആ ലോകത്ത് മനുഷ്യനില്ലാത്ത കാലം, അമ്പലമില്ല, സിനഗോഗിലില്ല, ചർച്ചില്ല, മസ്ജിദില്ല, ഇതൊന്നും അന്നില്ല. അന്ന് മനുഷ്യരില്ല. അതുകൊണ്ട് തന്നെ ഈ ആരാധനാലയങ്ങൾ ഒന്നുമില്ല. പക്ഷെ അന്ന് പക്ഷിമൃഗാദികൾ ആരാധിച്ചിരുന്നു, സൂര്യനും ചന്ദ്രനും ആരാധിച്ചിരുന്നു, നക്ഷത്രങ്ങൾ ആരാധിച്ചിരുന്നു, ചെടികൾ ആരാധിച്ചിരുന്നു. ആരെ? ലോകത്തിന്റെ സൃഷ്ടാവിനെ, അവയെ സൃഷ്ടിച്ച നാഥനെ. ലോകത്ത് സൂര്യനെ സൃഷ്ടിച്ചവനാരാ? ഇസ്ലാം പറയണ, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മുഹമ്മദ് നബിയെ ദൈവമായി അവതരിപ്പിക്കുന്ന ഒരു ശൈലിയും ഇന്ന് വരെ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല. ഉണ്ടോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരാധിക്കണം, അദ്ദേഹത്തെ ദിവ്യത്വം കൽപ്പിക്കണം, അദ്ദേഹം ദൈവത്തിന്റെ പുത്രനാണ് എന്ന് പറയുന്ന ഒരു ശൈലി ഇന്ന് വരെ ലോകത്തുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ പേരിൽ സംഘട്ടനവും ഉണ്ടായിട്ടില്ല. ഇല്ല, 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 ഇല്ല. ആർക്കും പരിശോധിക്കാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിമ ലോകത്ത് ഏതെങ്കിലും ഒരു പള്ളിയിലുണ്ടോ? ഒരു മസ്ജിദിൽ മുഹമ്മദ് നബിയുടെ പ്രതിമ ഉണ്ടോ? ഇല്ല. ആ പ്രതിമ നശിപ്പിക്കപ്പെട്ടിട്ട് ജൂതനും മുസ്ലിമും തമ്മിൽ സംഘട്ടനമുണ്ടോ? ഇല്ല. ക്രിസ്ത്യാനിയും മുസ്ലിമും തമ്മിൽ സംഘട്ടനമുണ്ടോ? ഇല്ല. ഹിന്ദുവും മുസ്ലിമും തമ്മിൽ സംഘട്ടനമുണ്ടോ? ഇല്ല. എന്തുകൊണ്ടില്ല? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിമയില്ല. അതുകൊണ്ട് അതിന്റെ പേരിൽ അത് തകർക്കലില്ല, അതുകൊണ്ട് തന്നെ സംഘട്ടനവുമില്ല. പ്രതിമയുണ്ടെങ്കിലല്ലേ
തകർക്കൽ? തകർത്താലല്ലേ കമ്മ്യൂണൽ റയോട്ടൽ? അത് തകർക്കാൻ പ്രതിമയില്ല. അത് ഇസ്ലാമിന്റെ ഒരു വലിയ പ്രത്യേകത തന്നെയാണ്. ഒരു രാഷ്ട്രീയ നേതാവിന്റെ പ്രതിമ തളിപ്പറമ്പിൽ വെച്ചാൽ അത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടി തകർത്താൽ അവിടെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കലാണോ ഉണ്ടാകുക? പരസ്പര തല്ലാണോ ഉണ്ടാകുക? BR അംബേദ്കറിന്റെ പ്രതിമ ബോംബെയിൽ വെച്ചു, ചെരുപ്പിയാർത്തി സംഘടനമുണ്ടായി. BR അംബേദ്കറിന്റെ പ്രതിമ നശിപ്പിക്കപ്പെട്ടു, 4 ആള് കൊല്ലപ്പെട്ടു. പക്ഷേ ഇസ്ലാമിന്റെ പ്രതിമ, ഇസ്ലാമിന്റെ പടച്ചോന്റെ പ്രതിമ നശിപ്പിക്കപ്പെട്ടിട്ട് തകരാറുണ്ടായോ? ഉണ്ടായില്ല. അത് ഇസ്ലാമിന്റെ മെച്ചം തന്നെയാണ്. പലരും കാണാതെ പോയ മെച്ചം, പലരും പഠിക്കാതെ പോയ മെച്ചം ആണല്ലോ. നിങ്ങൾ ആരും കണ്ടോ? ബസ്സിൽ കയറിയാൽ ബസ്സിന്റെ ഫ്രണ്ടിൽ യേശുക്രിസ്തുവിന്റെ പിക്ചർ കാണാം, ക്രിസ്ത്യാനികളുടെ ആരാധനാമൂർത്തി. അപ്പുറത്ത് ഗണപതിയുടെ പിക്ചർ കാണാം, അതിന്റെ നടുവിൽ മുസ്ലിങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിന്റെ പിക്ചർ ഇല്ല. എന്തല്ലാത്തത്? കേരളത്തിലെ ബസ്സിലെ ഫ്രണ്ടിലെ കണ്ണാടി ചില്ലിൽ വ്യത്യസ്ത ലൈറ്റ് ഇട്ടിട്ട് കാണാം ക്രിസ്ത്യാനികളുടെ ദൈവത്തെ, ഹൈന്ദവരുടെ ദൈവത്തെ, മുസ്ലിങ്ങളുടെ ദൈവത്തെ മാത്രം കാണാനില്ല. എന്താ കാണാനില്ലാത്തത്? ആലോചിക്കുന്നവർക്ക്, ചിന്തിക്കുന്നവർക്ക് അതിൽ അത്ഭുതമുണ്ട്, കേൾക്കുന്നവർ അത് അത്ഭുതമുണ്ട്. ശരിയല്ലേ? ക്രിസ്തീയ ചർച്ച് ഇവിടല്ലേ? അത് കാണുമ്പോ ക്രിസ്ത്യാനി ഇങ്ങനെ ആക്കും, ശരിയാണോ? ഹിന്ദു അമ്പലം കാണുമ്പോ ഇങ്ങനെ ആക്കും, ശരിയല്ലേ? നേരെ മറിച്ച് മുസ്ലിം പള്ളി കാണുമ്പോ ചന്ദ്രക്കല്ലിട്ട് കുത്തുവോ? ഇല്ല. ആ ജാതിയൊന്നും ഇസ്ലാമിനില്ല. 7 ആകാശത്തെ ചൂണ്ടിക്കാണിച്ച് സുബ്രഹ്മണ്യനോട് ചോദിക്കുന്നു, ദേവദാസനോട് ചോദിക്കുന്നു, ദേവ, ഈ ആകാശത്തെ സൃഷ്ടിച്ചതിന്റെ പിന്നിൽ ആരാടാ? അവനാണ് ഞങ്ങൾ പറയുന്ന അല്ലാഹു. പറയാൻ പറ്റുമോ ലോകത്തിന്? ശ്രദ്ധിക്കാൻ പറ്റുമോ ലോകത്തിന്? പറയാൻ പറ്റില്ല. ഇനി നിങ്ങൾ വേറൊന്നുകൂടെ ആലോചിച്ചു. കന്യാമറിയം ജീവിച്ച കാലം രസകരമായ ഒരു പോയിന്റ് ആട്ടോ പറയണേ. യേശുക്രിസ്തുവിന്റെ മാതാവ് കന്യാമറിയം ജീവിച്ചപ്പോ അവരാരെ ആരാധിച്ചു? യേശുക്രിസ്തുവിന്റെ മാതാവ് കന്യാമറിയം പള്ളിയിൽ ആരാധന നടത്തി എന്ന് വേദം പറയുന്നു. യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ്, ശ്രദ്ധിച്ചോളാം, യേശുക്രിസ്തുവിന്റെ മാതാവ് കന്യാമറിയം ആരെ ആരാധിച്ചു? കന്യാമറിയം ഒരു ആരാധനാലയത്തിലായിരുന്നു എന്ന് ഖുർആൻ പറയുന്നു. ഭക്തയായ സ്ത്രീയായിരുന്നു എന്ന് ബൈബിൾ പറയുന്നു. ആ കന്യാമറിയം യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് ആരെ ആരാധിച്ചു? യേശുക്രിസ്തു ജനിച്ചതിനു ശേഷം യേശുക്രിസ്തുവിനെ ആരാധിച്ചോ? ഇല്ല. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ യേശുക്രിസ്തുവിനെ ആരാധിച്ചോ? ഇല്ല. പിന്നെ എന്താ ഉണ്ടായത്? യേശുക്രിസ്തുവിന്റെ ഏറ്റവും വലിയ ശത്രു, യേശുക്രിസ്തുവിന്റെ ആശയത്തിന്റെ ഏറ്റവും വലിയ ശത്രു ശൗൽ എന്ന് പറയുന്ന ജൂതൻ, സെന്റ് പോൾ എന്ന് പറയുന്ന ജൂതൻ മാമോദീസ മുക്കി ക്രിസ്ത്യാനിയായി അഭിനയിച്ചു. യേശുക്രിസ്തുവിന്റെ ആദർശത്തെ അട്ടിമറിച്ചു. യേശുക്രിസ്തു ലോകത്ത് പഠിപ്പിച്ച ശുദ്ധമായ ഏകദൈവാരാധനയെ അട്ടിമറിച്ചു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന സിദ്ധാന്തം ലോകത്ത് അവതരിപ്പിച്ചു. അപ്പൊ എന്തുണ്ടായി? ബൈബിള് പ്രകാരം, ശരിക്കും ശ്രദ്ധിക്കണം, ഓൾഡ് ടെസ്റ്റ്മെന്റും ന്യൂ ടെസ്റ്റ്മെന്റും ബൈബിള് പ്രകാരം മോസസ് പ്രവാചകൻ വരെ, തൗറാത്തിന്റെ പ്രവാചകൻ വരെ ഏക ദൈവത്തെ ക്ഷണിച്ചു. മൂസാ നബി ഞാനാണ് ദൈവം എന്ന് പറഞ്ഞില്ല, ഞാനാണ് ദൈവത്തിന്റെ അളത്വം എന്ന് പറഞ്ഞില്ല, ഞാൻ നിങ്ങളെ ദൈവത്തിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞു. ശരിയല്ലേ? മൂസാ നബി വരെ, ആദം മുതൽ മൂസാ നബി വരെ ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ ഒറ്റ ദൈവത്തിലേക്ക് മനുഷ്യരെ ക്ഷണിച്ചു. അതിനുശേഷം സെന്റ് പോളോ യേശുക്രിസ്തു തന്നെ ദൈവമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്തുണ്ടായി? ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ഒരു മതവിഭാഗം ഉണ്ടായി. ഞങ്ങളിലൂടെ മാത്രമേ മോക്ഷമുള്ളൂ എന്നുള്ള വാദമുണ്ടായി. ജൂതന്മാരും ക്രിസ്ത്യാനികളും തമ്മിൽ അക്കാരണം കൊണ്ട് തല്ലി, ജൂതന്മാരും മുസ്ലിങ്ങളും അക്കാരണം കൊണ്ട് തല്ലി, ഹൈന്ദവരും അതുപോലെ തന്നെ മുസ്ലിങ്ങളും തമ്മിൽ അക്കാരണം കൊണ്ട് തല്ലി. യേശുക്രിസ്തുവിന്റെ പ്രതിമ ചർച്ചിൽ കൊണ്ടുപോയി വെച്ചു, അതുകൊണ്ട് തന്നെ അത് നശിപ്പിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ കമ്മ്യൂണൽ റയോട്ട് ഉണ്ടായി. ശ്രീരാമന്റെ പ്രതിമ അമ്പലത്തിൽ കൊണ്ടുപോയി വെച്ചു, അത് നശിപ്പിക്കപ്പെടുന്ന ഘട്ടമുണ്ടായാൽ അപ്പോഴും കമ്മ്യൂണൽ റയോട്ട് ഉണ്ടാകും. മുസ്ലിങ്ങളുടെ പള്ളിയിൽ ഫോട്ടോ ഇല്ല, മുസ്ലിങ്ങളുടെ പള്ളിയിൽ പ്രതിമയില്ല, മുസ്ലിങ്ങളുടെ പള്ളിയിൽ ദൈവത്തിന്റെ സ്തൂപങ്ങളില്ല, അതുകൊണ്ട് തന്നെ അത് തകർക്കലില്ല, അതിന്റെ പേരിൽ കലാപവുമില്ല. ചെറിയ സംഗതിയല്ല, അന്ന് പോയിട്ട് കിടന്നുറങ്ങരുത്, ചിന്തിക്കണം. ഇസ്ലാമിന്റെ മതം അത് തന്നെയാ. ഇസ്ലാമിന് വലിയ മതമാണ്, അത് പടച്ചോന്റെ മതമായതുകൊണ്ട്. അതൊരു വ്യക്തിയുടെ മതമല്ല. ഞാൻ ഒന്നുകൂടെ ക്ലിയറായി പറയാം, നരേന്ദ്രമോദിയെ സൃഷ്ടിച്ച പടച്ചോനാണ് ഇസ്ലാം അവതരിപ്പിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയെ ആരാണോ സൃഷ്ടിച്ചത് അവനാണ് ഇസ്ലാമിനെ അവതരിപ്പിച്ചത്.
ആനയെ സൃഷ്ടിച്ചത് ആരാണോ അവനാണ് ഇസ്ലാമിനെ അവതരിപ്പിച്ചത്. പശുവിനെയും പാമ്പിനെയും സൃഷ്ടിച്ചത് ആരാണോ അവനാണ് ഇസ്ലാമിനെ അവതരിപ്പിച്ചത്. പിന്നെന്താ വിഷമം? പിന്നെന്താ പ്രയാസം? ഇസ്ലാം ദൈവത്തെ പറ്റി പറയുന്ന വാചകങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയേ. ഇസ്ലാം ദൈവത്തെ പറ്റി പറയുന്ന വാചകങ്ങൾ പരിശോധിക്കേ. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, വല്ലാത്തൊരു വിളിയാണ്. ഖുറൈശികളെ, അദ്നാൻ ഗോത്രക്കാരെ, അതുപോലെ ബനൂ നദീറ ഗോത്രക്കാരെ, ബനൂ കൈനുഖാ ഗോത്രക്കാരെ എന്ന വിളിയല്ല. ഇന്ത്യക്കാരെ, പാശ്ചാത്യരെ, ബ്രാഹ്മണരെ, ക്ഷത്രിയരെ, വൈശ്യരെ, ശൂദ്രരെ എന്ന വിളിയില്ല. ഇല്ല, മനുഷ്യരെ എന്നൊരൊറ്റ വിളിയാണ്. എന്നൊരു ചോദിക്കണം, മനുഷ്യരെ നിങ്ങളെ സൃഷ്ടിച്ചത് ആരാ? അല്ലാത്തൊരു ചോദ്യം. മനുഷ്യരെ നിങ്ങളെ സൃഷ്ടിച്ചവൻ ആരോ അവൻ ആരാധിക്കപ്പെടേണ്ടവൻ. നിങ്ങൾക്ക് മുമ്പുള്ളവരെ സൃഷ്ടിച്ചവൻ ആരോ അവൻ അവരെ ആരാധിക്കപ്പെടേണ്ടവൻ. വെരി സിമ്പിളായ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഇവിടെ ഹൈന്ദവർ എന്റെ പ്രശ്നം കേൾക്കുന്നു, ക്രൈസ്തവർ കേൾക്കുന്നുണ്ടാവാം, പലരും ഉണ്ടാവാം. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, മുസ്ലിങ്ങളുടെ ഒരു പ്രത്യേകത നിങ്ങൾ കണ്ടോ? ആദ്യത്തെ പിതാവ് ആദം, റബ്ബന ഞങ്ങളുടെ പരിപാലക സർവേശ്വര എന്നാണ് ആദാം പറയുന്നത്. നോഹ പ്രവാചകനോ റബ്ബി ഞങ്ങളുടെ പരിപാലക. നോഹ പ്രവാചകനും പറയാണ്. എത്ര വർഷം? 950 വർഷം. ആദം ഏതൊരു ദൈവത്തെയാണോ വിളിച്ചത്, നൂഹിന്റെ കാലത്ത് ആ ദൈവമുണ്ട്. നൂഹ് നബി 950 വർഷം ആ ദൈവത്തെ ആരാധിച്ചപ്പോ കിഡ്നി വീക്കായി ആ ദൈവം മരിച്ചില്ല. നോഹ പ്രവാചകനെ 10 കൊല്ലൊരു ദൈവത്തെ, പിന്നെ 15 കൊല്ലം വേറൊരു ദൈവത്തെ, പിന്നെ ഒരു 90 കൊല്ലം കഴിഞ്ഞിട്ട് വേറൊരു ദൈവത്തെ ആരാധിക്കേണ്ടി വന്നിട്ടില്ല. 950 വർഷം നൂഹ് നബി ആ ദൈവത്തെ ആരാധിച്ചു. നൂഹ് നബിക്ക് ശേഷം അബ്രഹാം പ്രവാചകൻ അതേ ദൈവത്തെ ആരാധിച്ചു. അബ്രഹാം പ്രവാചകന് ശേഷം മോസസ് പ്രവാചകൻ അതേ ദൈവത്തെ ആരാധിച്ചു. അതേ ദൈവത്തെ തന്നെ ഈസാ നബി ആരാധിച്ചു. അതേ ദൈവത്തെ തന്നെ മുഹമ്മദ് നബി ആരാധിച്ചു. അതേ ദൈവത്തെ തന്നെ അബൂബക്കർ സിദ്ദീഖ് ആരാധിച്ചു. അതേ ദൈവത്തെ തന്നെ ഫാറൂഖ് ഉമർ 10 കൊല്ലം ആരാധിച്ചു. അതേ ദൈവത്തെ തന്നെ 12 കൊല്ലം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ആരാധിച്ചു. അതേ ദൈവത്തെ തന്നെ 6 വർഷം അലി ഇബ്നു അബീ ത്വാലിബ് ആരാധിച്ചു. അതേ ദൈവത്തെ തന്നെ അബ്ദുല്ലാഹ് മുബാറക് ആരാധിച്ചു. അതേ ദൈവത്തെ തന്നെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ആരാധിച്ചു. അതേ ദൈവത്തെ തന്നെ ലോകത്തെ മുസ്ലിമീങ്ങൾ എന്ന് ആരാധിക്കുന്നു. അതേ ദൈവത്തെ തന്നെ തളിപ്പറമ്പിലെ പള്ളിയിൽ നേരത്തെ ആരാധിച്ചിരിക്കുന്നു. അതേ ദൈവത്തെ തന്നെ അടുത്ത തലമുറയിലെ മുസ്ലിങ്ങൾ ആരാധിക്കും. അതേ ദൈവത്തെ തന്നെ അടുത്ത തലമുറയിലെ മുസ്ലിങ്ങൾ ആരാധിക്കും. ലോകത്തേതെങ്കിലും ഒരു മതവിഭാഗത്തിന് ഇത്ര ദൈർഘ്യമേറിയ ഒറ്റ ദൈവത്തെ ആരാധിച്ച ചരിത്രം മാനവ ചരിത്രത്തിൽ വേറുണ്ടായിട്ടുണ്ടോ? ഇല്ല എന്ന് എനിക്ക് പറയാൻ കഴിയും. ഇത് വെല്ലുവിളിയല്ല, കൃത്യമായ ബോധത്തിന്റെ ഉജ്ജ്വലമായ പ്രഘോഷണം. ലോകത്തൊരിക്കലും മരിക്കാത്ത സൂര്യൻ നശിക്കുകയോ ബാലേന്ദ്ര? സൂര്യൻ നശിക്കുകയോ? നശിക്കും. ചന്ദ്രൻ നശിക്കുകയോ? നശിക്കും. ഡബ്ല്യു സ്റ്റീഫൻ ഹോക്കിംഗ് ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ശാസ്ത്രകാരനാണ് ഡബ്ല്യു സ്റ്റീഫൻ ഹോക്കിംഗ്. അദ്ദേഹം പറയാണ്, സൂര്യൻ നശിച്ചു പോകും, ചന്ദ്രൻ നശിച്ചു പോകും, നക്ഷത്രങ്ങളൊക്കെ നശിക്കും, അല്ലേ? അപ്പൊ നശിക്കുന്ന നക്ഷത്രം ദൈവമായാലോ? മനുഷ്യരെ ദൈവത്തെ കുറിച്ചുള്ള നമ്മുടെ പ്രശ്നം എന്താ? പ്രത്യേകത എന്താ? രക്ഷകൻ എന്നാണ്, അല്ലേ? രക്ഷകൻ എന്ന അർത്ഥത്തിലാണ്. രക്ഷകനെ നമ്മൾ രക്ഷിക്കേണ്ടി വന്നാലോ? ഞങ്ങളോട് ചോദിക്കുകയാണ്, നമ്മളെ രക്ഷിക്കുന്ന ദൈവങ്ങളെ നമ്മൾ സംരക്ഷിക്കേണ്ടി വന്നാലോ? മനുഷ്യ ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? നമുക്ക് നല്ലൊരു ബുദ്ധി ദൈവം തന്നിട്ടില്ലേ, പെർഫെക്റ്റ് ആയ? ആ ബുദ്ധി കൊണ്ട് ആലോചിക്കും, നമ്മൾ ആരാധിക്കുന്ന ദൈവത്തെ നമ്മൾ സംരക്ഷിക്കേണ്ടി വരിക, എന്നിട്ട് നമ്മളെ ഇനി കാവലിക്കേണ്ടി വരിക, നമ്മളെ AK-47 ആയിട്ട് നിൽക്കേണ്ടി വരിക, നമുക്ക് പോലീസുകാരെ നിർത്തേണ്ടി വരിക, നമ്മൾ ആരാധിക്കുന്ന ആരാധ്യന്മാരെ പ്രൊട്ടക്ട് ചെയ്യാൻ. നല്ലോണം ആലോചിച്ചോളി, നല്ലോണം ചിന്തിച്ചോളി. അപ്പൊ നിങ്ങൾക്കറിയാം, ലോകത്ത് വേറെ ഏത് മതങ്ങൾ ആരാധിക്കുന്ന ദൈവത്തെയും ഒന്ന് അടിക്കണം തോന്നി അടിക്കാം, അല്ലേ? അള്ളാനെ അടിക്കണം തോന്നിയ കയ്യോ? മുസ്ലിങ്ങൾ അള്ളാനെ ഇന്ന് തകർത്ത് തരിപ്പണാക്കണം എന്ന് മുസ്ലിം പള്ളി കയറിയ കിട്ടുവോ? ഇല്ല. എന്തേ അങ്ങനെ? അത് സംഭവാക്കിക്കൊടി. അതൊക്കെ അഭിമാനിക്കാൻ പോകുന്ന യാതൊരു സംശയവും ഉണ്ടെങ്കിൽ നമുക്ക് അഭിമാനിക്കാം. ആ വിശ്വാസമുള്ളവർക്ക് അഭിമാനിക്കാം. അതിനെ ഖണ്ഡിക്കാനൊന്നും ലോകത്തിനൊരാൾക്കും കഴിയില്ല. ആ വിശ്വാസത്തിന്റെ മേന്മ അതാ. കാരണം എന്താ അറിയോ? അസ്തമന സൂര്യന്റെ ശോഭയേറ്റ് ഈ ഭൂമി തപിക്കുന്നുണ്ടല്ലോ. ആ 13.5 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വ്യാപ്തിയുള്ള സൂര്യനെ സൃഷ്ടിച്ചവനാണ് മുസ്ലിങ്ങളുടെ ദൈവം. മനസ്സിലായോ? പശു ചത്തോ, പാമ്പ് ചത്തോ, പാമ്പിനെയും പശുവിനെയും സൃഷ്ടിച്ച ഒരു സിട്ടാവുണ്ട്. ആ സിട്ടാവിനെ ആരാധിക്കുക.
സൂര്യനും ചന്ദ്രനും നശിച്ചുപോകും, നശിക്കാത്തതിനെ ആരാധിക്കുക. വിശുദ്ധ ഖുർആനിന്റെ വാചകം തന്നെ എന്താ പറയുന്നത്? അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വസ്സജറു വദ്ദവാബ് വകസീറും മിനൻ നാസ് വകസീറുൽ ഹഖ്. വിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്, അല്ല അവര് കാണുന്നില്ലേ? തളിപ്പറമ്പിലെ നാനാജാതി മതക്കാരും കാണണില്ലേ? അവരറിയണില്ലേ? അവർ മനസ്സിലാക്കണില്ലേ? സൂര്യനും ചന്ദ്രനും ദൈവത്തിന് പ്രണാമം അർപ്പിക്കുന്നത്, സൂര്യനും ചന്ദ്രനും ദൈവത്തിന് പ്രണാമം അർപ്പിക്കുന്നത് അവർ കാണുന്നില്ലേ? എല്ലാ നക്ഷത്രങ്ങളും ദൈവത്തിന് പ്രണാമം അർപ്പിക്കുന്നത് അവർ കാണുന്നില്ലേ? അല്ലാത്തൊരു ചോദ്യമാണത്. എല്ലാ മരങ്ങളും ദൈവത്തെ ആരാധിക്കുന്നവർ കാണുന്നില്ലേ? എല്ലാ ജന്തുക്കളും ദൈവത്തെ ആരാധിക്കുന്നത് അവർ കാണുന്നില്ലേ എന്ന ചോദ്യം. എന്താ മനുഷ്യൻ മാത്രം ഇങ്ങനെ ആയിപ്പോയത്? മനുഷ്യൻ എന്ന മഹാബുദ്ധിജീവി എന്തേ ഇങ്ങനെ ആയിപ്പോയത്? ആരെ ആരാധിക്കുന്നതെന്ന് പോലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തിനെയാ ആരാധിക്കുന്നതെന്ന് പോലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, ചിന്തിച്ചിട്ടില്ല. ചിന്തിക്കാതെ മുമ്പേ ഗമിച്ചീടിന ഗോപുതന്റെ പിമ്പേ ഗമിക്കും ബഹുഗൊക്കളെല്ലാം എന്നതല്ലാതെ വേറെന്താ ഉള്ളത്? ഞാന് ഒരു ട്രെയിൻ യാത്രയിൽ എനിക്കൊരു അനുഭവം ഉണ്ടായി. അത് ഞാൻ എല്ലാ സദസ്സിലും പറയാറുണ്ട്. കേട്ട് കേട്ട് ഒരുപാട് മുജാഹിദുകൾക്ക് അത് പരിചയമുണ്ടാവും. നിങ്ങളോടല്ല, നിങ്ങൾക്ക് വേണ്ടിയല്ല, നിങ്ങളല്ലാത്ത ചില ആളുകൾ ഇവിടെ കേൾക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി. ട്രെയിനിലെ യാത്ര, ആ യാത്രയില് എന്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു മുസ്ലിം സഹോദരൻ ഇരിക്കുന്നുണ്ട്. ഞാൻ അയാളോട് പലതവണ ചിരിച്ചു, അപ്പോഴൊന്നും അയാൾ എന്നോട് ചിരിക്കണില്ല. നാലാമത്തെ തവണ ചിരിക്കാതെ വന്നപ്പോ ഞാൻ അയാളുടെ കാലിന്റെ മുട്ടിൽ തോണ്ടിയിട്ട് ചോദിച്ചു, അല്ല ഇന്ന് വീട്ടിൽ നിന്ന് പോരുമ്പോ ആരോടും ചിരിക്കൂലെന്ന് നോമ്പ് വെച്ചിട്ടുണ്ടോ ചോദിച്ചു. അപ്പൊ അയാൾ ചിരിച്ച്. ആഹാ, 4 തവണ ചിരി. കാരണം എന്റെ താടിയും ജുബയും ഒക്കെ കണ്ടപ്പോ അയാൾക്ക് എന്നോട് ചിരിക്കാൻ തോന്നിയില്ല. അങ്ങനെ ഒരു ദുര്യോഗം മുസ്ലിം കണ്ടല്ലോ. താടി വേറെ ആർക്കും ഇല്ലാത്തോണ്ടല്ല, മുസ്ലിമിന്റെ താടി ബോംബുണ്ടാക്കണ താടിയാണ്. ബോംബുണ്ടാക്കുക ഈ സാധനം കൊണ്ടേ. ഈ സാധനമാണ് ഇവിടെ. സ്ഥാനം മാറുമ്പോ പേര് മാറും. പക്ഷേ മുസ്ലിങ്ങളെ രോമത്തിന് വികാരമുണ്ട്, വിചാരമുണ്ട്, തീവ്രത ഉണ്ട്, ബോംബുണ്ടാക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെ മുസ്ലിങ്ങളെ രോമത്തിന് AK-47 ഉണ്ടാക്കാനുള്ള കുഴപ്പമുണ്ട്. മന്ദബുദ്ധികളെ, ലോകത്ത് വിവരദോഷികളെ, ഈ സാധനം തന്നെയാണ് ഹിന്ദുവിന്റെയും മുഖത്ത് വളരുന്നത്. ചട്ടമ്പിസ്വാമികളുടെ മുഖത്ത് വളർന്നത് ഈ സാധനം തന്നെയാ. ഗുരു നിത്യചൈതന്യ അതിന്റെ മാറിടത്തിലേക്ക് വീണത് ഈ സാധനം തന്നെയാണ്. അതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല. മനസ്സിലാണ് ചീത്ത ചിന്തയും വികാരമൊക്കെ, താടിക്കല്ല. അങ്ങനെയാണ് രവിശങ്കർ, യേശുദാസ് ഒക്കെ താടിയുള്ളവരാ. മൻമോഹൻ സിംഗ് ഇന്ത്യൻ പ്രധാനമന്ത്രി മുമ്പത്തെ താടിയുള്ള ആളാ. എന്തിന് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി മൂപ്പർക്കുണ്ട് ചെറിയ തോതിലാണെങ്കിലും താടി. ശിലാന്യാസം നടത്തുന്ന സന്യാസിമാർക്കില്ലേ ഉണ്ട്. അപ്പൊ ഇതൊക്കെ മനുഷ്യന്റെ വിരക്കടന്. ഞാൻ പറഞ്ഞിടത്തേക്ക് പോകാൻ ഞാൻ അയാളോട് ചോദിച്ച്, അല്ല ട്രെയിനിലേക്ക് കയറുമ്പോ ആരോടും ചിരിക്കൂല എന്ന് വീട്ടിൽ നിന്ന് പോരുമ്പോ നോമ്പ് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ അങ്ങ് ചിരിച്ച്. ഞാനോട് പറഞ്ഞു, ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കരുത് കേട്ടോ. നിങ്ങൾക്കൊരു അറ്റാക്ക് വന്നാൽ നിങ്ങൾ എന്റെ മടിയിലേക്കാ വീഴുക. എനിക്കൊരു അറ്റാക്ക് വന്നാൽ ഞാൻ നിങ്ങളെ മടിയിലേക്ക് വേണം വീഴുക. അതുകൊണ്ട് ഈ ജാതി മസിൽ പിടുത്തം വേണ്ട. നമ്മളൊരു 9 മണിക്കൂർ യാത്രയല്ലേ, ഒന്നങ്ങടി ചിരിച്ചാളിയാണ്. അപ്പൊ അയാൾ നന്നായിട്ട് ചിരിച്ചു. ഞാൻ ചോദിച്ചു, എന്താ പേര്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ശ്രീധരൻ. ഓഹോ, ശ്രീധരേട്ടാ, ഇനി നമ്മൾ നല്ല സുഹൃത്തുക്കളല്ലേ? കുറച്ച് കഴിഞ്ഞപ്പോ ഒരു ചായക്കാരൻ ഇങ്ങനെ വരികയാണ്. ചായ. അപ്പൊ ശ്രീധരേട്ടൻ പറഞ്ഞു, 2 ചായ ഒക്കട്ടെ. അപ്പൊ എന്റെ ധാരണ ശ്രീധരേട്ടന്റെ കൂടെ ചായ കുടിക്കാൻ വേറൊരാളുണ്ട് എന്നാണ്. ചായ വേഗം വാങ്ങിയിട്ട് ഒന്ന് എനിക്ക് ഇങ്ങോട്ട് തന്നു. കണ്ടോ, നേരത്തെ ചിരിക്കാത്ത മനുഷ്യപ്പ ചായ തരികയാണ്. കുറച്ചുകൂടി ചിരിച്ചാൽ ബിരിയാണിയും കിട്ടും. അത്രേ ഉള്ളൂ. മസിൽ പിടിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല. മസിലും പിടിച്ചിങ്ങനെ പോവുക തെറ്റിയിട്ട്. ചുവന്ന തുണി എടുത്തവനോട് മറ്റോ മിണ്ടണില്ല, തൊപ്പിട്ടവനോട് മറ്റോ ചിരിക്കണില്ല, ചുവന്ന ചരട്ടി ഇട്ടവനെ കാണുമ്പോൾ തന്നെ ബേജാറ്. എന്തിനായി ബേജാറ്? ഇതൊക്കെ അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കണം. ഞങ്ങൾക്ക് ഇതൊക്കെ തിരിച്ചു തരാം ഇൻഷാ അല്ലാഹ്. സുഹൃത്തുക്കളെ, ലോകത്ത് ഞാൻ ശ്രീധരേട്ടനോട് പിന്നെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം നിങ്ങളോടൊക്കെ ചോദിക്കുകയാണ്. ശ്രീധരേട്ടനെ ഞാൻ ചോദിച്ചു, അല്ല ശ്രീധരേട്ട, നിങ്ങൾ ദൈവവിശ്വാസിയാണോ ചോദിച്ചു. അപ്പൊ ശ്രീധരൻ പറഞ്ഞ ദൈവവിശ്വാസിയാണ്. ഞാൻ പറഞ്ഞു, ശ്രീധരേട്ട ഞാനും ഒരു ദൈവവിശ്വാസിയാണ്. ശ്രീധരേട്ട ഞാനും ഒരു ദൈവവിശ്വാസിയാണ്. എന്നിട്ട് ഞാൻ ശ്രീധരേട്ടനോട് പറഞ്ഞു, ഞാൻ എന്റെ ദൈവത്തെ കുറിച്ച് പറയാം. ശ്രീധരേട്ടന്റെ ദൈവത്തെ കുറിച്ച് എന്റെ സംസാരത്തിന് ശേഷം എന്നോട് പറഞ്ഞു തന്നാൽ അറിയാം. അങ്ങനെ ഞാൻ ശ്രീധരേട്ടനോട് പറഞ്ഞു, ശ്രീധരേട്ട നിങ്ങളെയും ശ്രീധരേട്ട എന്നെയും ഈ ട്രെയിനിലെ മുഴുവൻ യാത്രക്കാരെയും ലോകത്തിലെ 714 കോടി മനുഷ്യരെയും ശരിക്കും ശ്രദ്ധിക്കണേ. ശ്രീധരേട്ട നിങ്ങളെയും എന്നെയും ഈ ട്രെയിനിലെ മുഴുവൻ യാത്രക്കാരെയും ഈ ലോകത്തിലെ മുഴുവൻ മനുഷ്യരെയും
7 ആകാശത്തെയും 7 ഭൂമിയെയും ഈ ലോകത്തിലെ സചേതനങ്ങളും അചേതനങ്ങളുമായ സകല വസ്തുക്കളെയും സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നവൻ ആരാണോ അവനാണ് ശ്രീധരേട്ട എന്റെ ദൈവം. ഇനി ശ്രീധരേട്ടന്റെ ദൈവത്തെ പറ്റി പറഞ്ഞു. ഞാൻ ഒന്നുകൂടെ ശ്രീധരേട്ടനോട് പറഞ്ഞു, എന്ത്? പൂജാമുറിയിലോ ചില്ലിന്റെ കൂട്ടിലോ ബന്ധിതനല്ലല്ലോ എന്റെ ദൈവം. വാനവും ഭൂമിയും പ്രവിശാലമായൊരു സാമ്രാജ്യ സാരഥി എന്റെ ദൈവം. ഒരു പൂജാമുറിയിലെ ദൈവമല്ല എന്റെ ദൈവം. ചില്ലിന്റെ കൂട്ടിൽ അടക്കപ്പെട്ട ദൈവമല്ല എന്റെ ദൈവം. വാനവും ഭൂമിയും പ്രവിശാലമായ സാമ്രാജ്യത്തിന്റെ അധിപനാണ് എന്റെ ദൈവം. ഇനി ശ്രീധരേട്ടന്റെ ദൈവവിശ്വാസം പറഞ്ഞുവാണ്. ശ്രീധരേട്ടൻ ഒരു ഒറ്റ ചിരിച്ചിട്ട് എന്നോട് പറയാണ്, ഇങ്ങനത്തെ വിശ്വാസമൊന്നും എനിക്കില്ലട്ടോ. എന്റെ അച്ഛനും അമ്മയും എന്നെ ഗുരുവായൂർ കൊണ്ടുപോയി. അവിടുന്ന് ആദ്യത്തെ ചോറ് തന്നു അല്ലേ, എന്നെ അവിടെയാണ് കൊണ്ടുപോയത്. ഞാന് ഗുരുവായൂരപ്പന്റെ ഭക്തനാണ്. മാത്രമല്ല എനിക്ക് കെ കരുണാകരനോട് വലിയ ഇഷ്ടമാണ്. ഞാൻ കോൺഗ്രസ്സുകാരനാണ്. കെ കരുണാകരന്റെ ഇഷ്ടദൈവമായിരുന്നു ഗുരുവായൂരപ്പൻ. അക്കാരണം കൊണ്ടൊക്കെ ഗുരുവായൂരപ്പനെയാണ് ഞാൻ ആരാധിച്ചിരുന്നതും പ്രസാദിപ്പിച്ചിരുന്നതും. ഗുരുവായൂരപ്പൻ ആകാശഭൂമികളുടെ ദൈവമാണ് എന്ന വിവരക്കേടൊന്നും എനിക്കില്ല. ഞാനെങ്കിൽ എന്റെ തളിപ്പറമ്പിൽ പ്രസംഗം കേൾക്കുന്ന മുഴുവൻ ആളുകളോടും ചോദിച്ചോട്ടെ, പഞ്ചായത്തിന്റെ ദൈവത്തെ വിട്ട് ലോകത്തിന്റെ ദൈവത്തെ ആരാധിച്ച എന്താ കുഴപ്പോ? എല്ലാവരും ചോദിക്കാൻ. ഇപ്പൊ ഉള്ളാളം എന്നറിയുന്ന ഒരു സ്ഥലമാണ്. ഉള്ള ആള് എന്നുള്ള അർത്ഥത്തിലല്ല, ഉള്ളാളം. ശരിയല്ലേ? ഈ ഉള്ളാളം തങ്ങളെ ആരാധിക്കുന്ന ഒരു വിഭാഗം എന്ന് വിചാരിക്കുക. ഉള്ളാളം തങ്ങളെ ആരാധിക്കുന്ന ഒരു വിഭാഗം നമ്മൾ വിചാരിക്കുക. സഹോദരങ്ങളെ, ലോക ഭൂപടത്തിൽ ലോകത്തിന്റെ ഭൂപടം, ആ ഭൂപടത്തിലെ കർണാടക ചെറിയൊരു സ്ഥലം. ആ കർണാടകയിലെ ഏറ്റവും ചെറിയ സ്ഥലം ഉള്ളാളം. ആ ഉള്ളാളത്ത് പരിമിതമായ ഒരാരാധ്യ കഥാപാത്രം അല്ലേ, പിശാരിക്കാവിലെ അമ്മ. അത് പിശാരിക്കാവിലെ അമ്മയാണ്, വേളാങ്കണ്ണി മാതാവ്. നേരെ മറിച്ച് ഇസ്ലാമോ ആ അറേബ്യന്റെ ദൈവം, ആ മുഹമ്മദ് നബിന്റെ ഗോത്രത്തിന്റെ ദൈവം അങ്ങനെയാ അല്ല. ഇതാ നോക്ക്, ഇവിടെ നോക്ക്, ഈ സൂര്യനില്ലേ, ഈ ചന്ദ്രനില്ലേ, അതിനെ സൃഷ്ടിച്ച ഒരാളുണ്ട് നിങ്ങൾ പറയുന്നുണ്ടോ? ഇനി ഒന്നുകൂടി ഞാൻ പറയാം. ഞാനൊരു 10-60-ലധികം ക്ഷേത്രങ്ങളിൽ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. ഹൈന്ദവ ക്ഷേത്രത്തിൽ നാളെ എനിക്കൊരു ക്ഷേത്രത്തിലുണ്ട്. 5 ദിവസം മുമ്പ് കൊല്ലത്തൊരു ക്ഷേത്രത്തിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അവിടുത്തെ ആളുകളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യാൻ ആവശ്യമായ ഭൂമിയില്ലേ, ആ ഭൂമി സൃഷ്ടിച്ചവനാരാ? അത് ശ്രീരാമനാ, ശ്രീകൃഷ്ണനാ, യേശുക്രിസ്തുവാ, പിശാരിക്കാവിലമ്മയാ? ആരാ അത് സൃഷ്ടിച്ചത്? ലോകത്തിന്റെ നാഥൻ. ശരിയല്ലേ? ആ ലോകത്തിന്റെ നാഥനെ മനുഷ്യർക്കൊക്കെ ആരാധിച്ച എന്താ പ്രശ്നം? നമുക്ക് കണ്ണ് നൽകിയ, നമുക്ക് കാത് നൽകിയ, നമുക്ക് ഹൃദയം നൽകിയ, നമുക്ക് പാൻക്രിയാസ് നൽകിയ, നമുക്കിതെല്ലാ സൗഭാഗ്യങ്ങളെയും നൽകിയ ലോകത്തിന്റെ നാഥനെ എന്തുകൊണ്ട് നമുക്ക് ആരാധിക്കാൻ പറ്റണില്ല? എന്തുകൊണ്ട്? നിങ്ങൾ നോക്കേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു. അപ്പോ അബൂബക്കർ സിദ്ദീഖ് എഴുന്നേറ്റ് എന്നിട്ട് പറയാണ്, ശരിക്കും ചിന്തിക്കേണ്ട പോയിന്റാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് എഴുന്നേറ്റ് എന്നിട്ട് പറയണ എന്താ അറിയങ്ങള്? ആരെങ്കിലും ആ അനുചരന്മാരെ മുഴുവനും നോക്കിയിട്ട് പറയാണ്, നിങ്ങളിൽ ആരെങ്കിലും ഈ മുഹമ്മദിനെയാണ് ആരാധിച്ചതെങ്കിൽ അദ്ദേഹം മരിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കണേ, ആരെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആരാധിക്കുന്നതെങ്കിൽ എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു കാര്യം കൂടി പറഞ്ഞു, അല്ല സർവശക്തനായ അല്ലാഹനെയാണോ എങ്കിൽ ഹയ്യുൽ ലാ യമൂത്ത്, ആ അല്ലാഹ്ക്ക് മരണമില്ല. ഞാൻ ലളിതമായ ഒരു ഉദാഹരണം പറയാം, വളരെ ലളിതമായി. ഇപ്പൊ നിങ്ങൾക്കറിയാം, സായിബാബ മരിച്ചു. അമാതാ അമൃതാനന്ദമായി മരിക്കൂലേ? മരിക്കും. രവിശങ്കർ മരിക്കൂലേ? മരിക്കും. തങ്ങന്മാര് മരിക്കൂലേ? മരിക്കും. ഇവിടുത്തെ എല്ലാ ആളുകളും മരിക്കൂലേ? മരിക്കും. ഞാനൊരു ഒറ്റ പോയിന്റ് ചോദിച്ചോട്ടെ, സായിബാബ മരിച്ചിട്ട് സായിബാബനെ ആരാധിച്ചുകൊണ്ടിരുന്ന എന്റെ നാട്ടിലൊരു സഹോദരൻ, ഹൈന്ദവ സഹോദരൻ, അദ്ദേഹം സായിബാബയെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോ മകൻ വന്നിട്ട് പറയാണ്, അച്ഛാ പോയി, അച്ഛാ പോയി. അച്ഛാ, നിങ്ങൾ ആരെയാണോ ആരാധിക്കുന്നത് ആ ദൈവം കുറച്ചു മുമ്പ് മരിച്ചു. ചിന്തിക്കണം കേട്ടോ, മനുഷ്യരൊക്കെ ചിന്തിക്കണം. മനുഷ്യരാണെങ്കിൽ നല്ലോണം ആലോചിക്കണം. അച്ഛാ, നിങ്ങൾ ആരാധിച്ച ദൈവം നിങ്ങളെക്കാൾ മുമ്പ് മരിച്ചുപോയി. മനുഷ്യരെ ആലോചിക്കണം. കിഡ്നി വീക്കായിട്ട്, ആന്തരിക അവയവം കേടുവന്നിട്ട് അനാട്ടമി പഠിച്ച ഡോക്ടർമാര് പറയാണ്, സായിബാബയുടെ ആന്തരിക അവയവം ഒരെണ്ണം പോലും കേടുവരാത്തതായിട്ടില്ല. അങ്ങനെ മരിച്ചുപോയി. ആര് മരിച്ചുപോയി? സായിബാബ മരിച്ചുപോയി.
ഞാൻ ചോദിക്കുക നിങ്ങളോട്, സായിബാബ മരിച്ചപ്പോ പുട്ടപ്പറച്ചിയിൽ ഒരാളെ എഴുന്നേറ്റെന്ന് പറഞ്ഞോ, ആരെങ്കിലും സായിബാബയാണ് ആരാധിക്കുന്നതെങ്കിൽ സായിബാബ മരിച്ചു, ഒരിക്കലും മരിക്കാത്ത ഈശ്വരൻ ആരാധിച്ചോളി. അതിന് കുറച്ച് ഗഡ്സ് വേണം. സായിബാബ മരിച്ചു. ഇനി നിങ്ങൾ ആലോചിച്ചോ, ഞാൻ ഈ പ്രസംഗം കഴിഞ്ഞിട്ട് യാത്ര പോകുമ്പോ എന്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ്, അള്ളാഹു 6:30 മരിച്ചു. നഊദുബില്ലാ. മുസ്ലിങ്ങൾ അള്ളാഹ്ക്ക് മരണല്ല. ഇനി പറയൂ, ഏത് ദൈവത്തെ ആരാധിക്കണം? ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും സൃഷ്ടിച്ച പടച്ചോനെ ആരാധിക്കണോ, അല്ല സെപ്പറേറ്റ് ദൈവങ്ങളെ ആരാധിക്കണോ? ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. സെപ്പറേറ്റ് ദൈവങ്ങളെ ആരാധിക്കുന്ന കാലത്തോളം മനുഷ്യർ ഒന്നാവൂല. ഞാൻ ഉറപ്പിച്ചു പറഞ്ഞുതരങ്ങൾ. എന്താ പ്രശ്നം? ശ്രീരാമനെയും